ജന്തർ മന്ദർ 5ാം ദിവസവും സമരമുഖരിതമാണ്. രാവിലെ മുതൽ നിരവധി പേർ സമര കേന്ദ്രത്തിലെത്തി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തീരുമാനമാകും വരെ സമരം തുടരാനാണ് തീരുമാനം. മെട്രോ സ്റ്റേഷൻ വരെ അടച്ചുള്ള കേന്ദ്രവിലക്ക് നിലനിൽക്കുമ്പോഴും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തുകയാണ്. സജോ ദേവസിയും മുബഷീർ പി അക്ബറും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സജോയിലേക്കാണ് പോകുന്നത്. സജോ, ഇന്നും രാജ്യത്തിന്റെ എല്ലാ വഴികളും ജന്തർ മന്ദറിലേക്ക് എന്നത് തന്നെയാണ് കാഴ്ച. ഓരോ ദിവസവും സമരതീക്ഷണത കൂടുകയാണ്. അവിടെ എത്തുന്ന ആളുകൾക്ക് എല്ലാവർക്കും നമ്മളൊരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത് എന്ന കാഴ്ചപ്പാടുമുണ്ട്. മാധു, ധാരാളം നിയന്ത്രണങ്ങളുണ്ട്. ഇന്റർനെറ്റ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ജന്തർ മന്ദറിന്റെ 1.5 കിലോമീറ്റർ റേഡിയസിൽ. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഒപ്പം അങ്ങോട്ടേക്കുള്ള പ്രധാന പാതകളിൽ ബാരിക്കേഡ് തീർത്തുള്ള നിയന്ത്രണമുണ്ട്. അതുകൂടാതെ മെട്രോ സർവീസുകൾക്കും നിയന്ത്രണമുണ്ട്. ഇത്രയും നിയന്ത്രണം ഉണ്ടായിട്ടും അവിടെയുള്ള ആളുകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വരുത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇതിലെ ശ്രദ്ധേയമായ ഒരു കാര്യം. അതായത് അത്രയും തീക്ഷ്ണമായ ഒരു സമരം യുവ സമൂഹം, വിദ്യാർത്ഥികൾ, ജൻസിയൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ വേറെ കാഴ്ചകൾ ഇപ്പോഴും ജന്തർ മന്ദറിൽ കാണാം എന്നതാണ് ഈ സമരത്തിന്റെ വലിയ സവിശേഷതയായി കാണേണ്ടത്. അതായത് എല്ലാ മട്ടിലും ഈ സമരത്തെ നേരിടാനുള്ള സജീവ ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴും അങ്ങോട്ടേക്കുള്ള ആളുകളുടെ ഒഴുക്കിൽ കാര്യമായ കുറവ് വന്നിട്ടില്ല എന്നതാണ് ഇനി കാണേണ്ട ഒരു കാര്യം. അതുകൂടാതെ അവധി ദിനങ്ങളിലേക്ക് കൂടി പ്രവേശിക്കുമ്പോൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേരാനുള്ള സാധ്യത ഇപ്പോൾ തന്നെ സംഘാടകർ പറയുന്നുണ്ട്. ഇത് മുൻകൂട്ടി കണ്ട് ഹരിയാന ഉൾപ്പെടുന്ന ഭാഗങ്ങളിലെ ബോർഡർ മേഖലകളിലും നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കമുണ്ട്. അത്തരം ഇടങ്ങളിലും വലിയ പരിശോധനയും ചെക്കിങ്ങും, അതായത് ഈ സമരവേദിയിലേക്കാണോ പോകുന്നത് എന്നത് സംബന്ധിച്ചുള്ള പരിശോധന പ്രത്യേകിച്ച് BJP അടക്കം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അതിർത്തി മേഖലകളിലടക്കം നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും കാര്യമായ കുറവ് ജന്തർ മന്ദറിലെ സമരവേദിയിൽ ആളുകളുടെ പ്രാതിനിധ്യം സംബന്ധിച്ചില്ല എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്ന് മാത്രമല്ല, ചർച്ചയടക്കം പുറത്തു നടക്കുമ്പോഴും പ്രധാനപ്പെട്ട നേതൃത്വം ജന്തർ മന്ദറിൽ തന്നെ കേന്ദ്രീകരിക്കുന്നു. അതായത് ഏതെങ്കിലും നിലയ്ക്ക് ഇതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാകരുത് എന്ന നിലപാട് അവർ സ്വീകരിക്കുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായി വലിയ തോതിൽ യുവത എത്തുന്നു. വലിയ പ്ലക്കാർഡുകളും മുദ്രാവാക്യവും ഒപ്പം വൈവിധ്യമാർന്ന സമര സംവിധാനങ്ങളും ഒക്കെയായി അവർ എത്തുന്നു എന്നതാണ് സവിശേഷമായ ഒരു കാര്യം. അപ്പോൾ അത്ര പെട്ടെന്ന് അവർ പിന്മാറും എന്ന സന്ദേശം കേന്ദ്ര സർക്കാരിന് ലഭ്യമാകുന്നില്ല എന്നത് തന്നെയാണ് ഈ സമരത്തെ ഇപ്പോഴും വലിയ തോതിൽ ഊർജ്ജത്തോടെ, ആവേശത്തോടെ ജൻസി ഏറ്റെടുക്കുന്നു. അവരൊക്കെ ജന്തർ മന്ദറിലേക്ക് എത്തുന്നു. അവരെ പൂർണ്ണമായും മാറ്റി നിർത്താൻ ഇതുവരെയുള്ള ലാത്തി ചാർജിനോ അതുവരെയുള്ള നടപടികൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. മുബഷീർ പി അക്ബർ കൂടി നമ്മളോടൊപ്പമുണ്ട്. മുബഷീർ, പ്രധാനെ അങ്ങനെ കൈവിടാൻ കഴിയില്ല കേന്ദ്രത്തിന് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ സ്വാഭാവികമായും ഈ 3 ആവശ്യങ്ങളിൽ 2 ആവശ്യങ്ങൾ അംഗീകരിക്കുമ്പോൾ CJPക്ക് മുന്നിൽ വലിയ സമ്മർദ്ദം കൂടി വെച്ചിട്ടുണ്ടാകും സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ. പക്ഷേ അതിന് വഴങ്ങുന്നില്ല. നോക്കൂ, സോനം വാങ്ചുക് നിരാഹാര സമരം അവസാനിപ്പിക്കുമ്പോൾ CJP പറയുന്നുണ്ട്, ഇതുവരെ കൂടെ നിന്നതിന് നന്ദി, ഞങ്ങൾ സമരം തുടരും. പ്രധാന്റെ രാജി എന്നതിൽ കവിഞ്ഞ അല്ലെങ്കിൽ അതിനോട് എന്തെങ്കിലും തരത്തിലൊരു ഇളവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പിന്മാറ്റം CJPയുടെ അജണ്ടയിൽ നിലവിലില്ല. ഇനി കൂടിയാലോചനകളുണ്ടോ? അതായത് മാധു, സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണ അത് വലിയ മുതൽക്കൂട്ടായി തന്നെയാണ് CJP വിലയിരുത്തുന്നത്. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് CJP നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി തന്നെയാണ്. ഇന്നിപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ ചർച്ചയിൽ അംഗീകാരം ലഭിച്ചതോടെ സമരത്തിന്റെ ഭാഗികമായിട്ടുള്ള വിജയമായി തന്നെയാണ് CJP അതിനെ വിലയിരുത്തുന്നത്. ഇനി സ്വാഭാവികമായിട്ടും അതുവഴി വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയും സംഭവിക്കും. അല്ലാത്ത പക്ഷം സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് CJP നേതൃത്വം തുടരുന്നത്. പല വഴിയിൽ ഈ സമരക്കാരെ വരിഞ്ഞു മുറുക്കി പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള നീക്കം പോലീസും കേന്ദ്ര സർക്കാരും നടത്തുന്നുണ്ട്. നമുക്കറിയാം, 10-ലധികം ഡൽഹിയിലെ മെട്രോ സ്റ്റേഷനുകൾ അടച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ 2ാമത്തെ ദിവസമാണ് ഇന്റർനെറ്റ്, മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനം പൂർണ്ണമായിട്ടും ഇവിടെ നിരോധിച്ചിരിക്കുകയാണ്. ഈ മേഖലയിൽ നിന്നുള്ള വാർത്താ വിതരണം ഉൾപ്പെടെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ അത് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു തരത്തിലും CJPയുടെ സമരത്തിന്റെ പങ്കാളിത്തത്തെ ഇത് ബാധിച്ചിട്ടില്ല. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും നിരവധി വിദ്യാർത്ഥികൾ, യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. വിശേഷം കർഷക സമരമൊക്കെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ രാജ്യത്ത് കണ്ടതാണ്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് വലിയ ഭീഷണിയായി മാറിയിരുന്ന ആ സമരത്തിനേക്കാൾ വലിയ ഒരു സമരമായിട്ട് ഇത് രൂപാന്തരപ്പെട്ടിരിക്കുന്നു. വലിയ സെലിബ്രിറ്റീസ് ഉൾപ്പെടെ അവരുടെയൊക്കെ തന്നെ പിന്തുണ ലഭിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ പിന്തുണ ഇവർക്ക് ലഭിക്കുമെന്ന് ഇവർ കണക്ക് കൂട്ടുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് ഇതൊരു കുറ്റസമ്മതമായി പോകുമെന്നൊരു ആശങ്കയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയുള്ള സമരം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ CJP സമരത്തിനും അതിൽ ഉണ്ടാകുന്ന പ്രതിപക്ഷ പിന്തുണയ്ക്കുമൊക്കെ മുകളിൽ ചാർത്താൻ ശ്രമിച്ചിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നോട്ട് പോക്കോ കുറ്റസമ്മതമോ ആയി വ്യാഖ്യാനിക്കപ്പെടുമോ എന്നൊരു ചിന്ത കൂടി ഉണ്ടാവും. മാത്രമല്ല, ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അതിനുശേഷമേ ചർച്ചയോ ഡയലോഗോ മറ്റെന്തുമുള്ളൂ എന്നുള്ളത്. അപ്പോൾ പ്രതിപക്ഷ സഖ്യത്തിന് മുന്നിൽ കൂടി മുട്ടുകുത്തുന്നു എന്നൊരു ദുരഭിമാനം തോന്നാനുള്ള സാധ്യത കൂടിയുണ്ട്.
മറ്റ് സാധ്യതകൾ പരമാവധി സമ്മർദ്ദമായി ചെലുത്തിയിട്ടുണ്ടാകില്ലേ? സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി സംഭവിച്ചില്ലെങ്കിൽ യുവതയുടെ പ്രതിഷേധം തുടരും. അത് കേന്ദ്ര സർക്കാരിന് വലിയ ഭീഷണിയായി മാറും. ഒരുപക്ഷെ അതുവഴി വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്ക് അവർ നിന്നുകൊടുത്താൽ കൂടുതൽ കേന്ദ്രമന്ത്രിമാരുടെ രാജി ഉൾപ്പെടെ സംഭവിക്കും. അതിനുവേണ്ടി ഉൾപ്പെടെ ഈ CJP പ്രതിഷേധവുമായി രംഗത്ത് വരുമോ എന്നുള്ളൊരു ആശങ്ക കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ഇനി പുനരാലോചന നടത്തുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അതുവിശേഷം നേരത്തെ കേന്ദ്ര സർക്കാർ ഇവരുടെ സംഘർഷവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഈ പ്രതിഷേധക്കാർക്കെതിരെ കേസ് ചുമത്താൻ തീരുമാനിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ക്രൂരമർദ്ദനത്തെ തുടർന്ന് അവർ ഈ പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതിനൊന്നും തന്നെ തയ്യാറായിരുന്നില്ല. ഇന്നിപ്പോൾ JP നദ്ദയുടെ നേതൃത്വത്തിൽ കേന്ദ്ര പ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഈ CJP പ്രതിനിധികളുമായി നടന്ന കൂടിക്കാഴ്ചയിൽ അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുക വഴി ഈ CJPയുടെ നീക്കങ്ങൾ അത് വിജയം കണ്ടു എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ അവരുടെ പ്രതിഷേധം ശക്തമാകുമ്പോൾ, സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം എന്നുള്ളത് CJP ആവർത്തിച്ച് പറയുന്നുണ്ട്, അത് ശക്തമാകുമ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്നതിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിച്ചേരുമെന്നുള്ളതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ സമീപകാലത്ത് രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ സമരത്തിന്റെ വിജയം കൂടിയായി അത് മാറുമെന്നുള്ളത് നാളെ ഉച്ചയ്ക്കാണ് ഈ സമരത്തിന്റെ ഭാവി നിർണ്ണയിക്കപ്പെടുക, നിശ്ചയിക്കപ്പെടുക എന്നത് വ്യക്തമായിരിക്കുന്നു. 2 ആവശ്യങ്ങൾ CJP മുന്നോട്ട് വെച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭകർ മുന്നോട്ട് വെച്ച 2 ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു. ഒന്ന്, കേസുകൾ പിൻവലിക്കും. രണ്ടാമത്തേത്, വിദ്യാർത്ഥികൾക്ക്, ഈ മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് വലിയ നഷ്ടപരിഹാരം നൽകും. 1 കോടി എന്നുള്ളതാണ് CJPയുടെ ആവശ്യം. അർഹമായ നഷ്ടപരിഹാരം നൽകും എന്ന 2 തീരുമാനങ്ങൾക്ക് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, അതിലാണ് CJP ഉറച്ചു നിൽക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് തീരുമാനമെടുക്കാമെന്നുള്ളതാണ് കേന്ദ്ര പ്രതിനിധികൾ അറിയിച്ചിരിക്കുന്നത്. ഇന്നത്തെ ചർച്ച പരാജയമാണ്. നാളെയിലേക്ക് ഉറ്റുനോക്കുകയാണ് രാജ്യം.